അതുകൊണ്ട് ഇഡിയോടും NIA-യോടും SFIയോടും ഒക്കെ അഭ്യർത്ഥിക്കാറുള്ളത്, നിങ്ങൾക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്ര ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ള പർവ്വത തുല്യമായ വലിയ കൊള്ളയും അഴിമതിയും ഈ കേസിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി പോയിട്ട് ആ കേസിലെ പ്രതികളെ പിടിക്കണമേ. ഞങ്ങൾ ആരാണ് അതിനെ തടസ്സപ്പെടുത്താൻ? വിഷയത്തിന്റെ മറവിൽ, കെട്ടിപ്പൊക്കിയ ഈ ആരോപണങ്ങളുടെ മറവിൽ രാഷ്ട്രീയമായ വേട്ടയാടലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് നിന്നോ കേരളത്തിൽ നിന്നോ ഒരു അശോക് ചൗഹാനെ ലഭിക്കില്ല. നിങ്ങൾക്ക് കോഴിക്കോട് നിന്നോ കേരളത്തിൽ നിന്നോ ED എന്ന് കേൾക്കുമ്പോൾ മൂത്രമൊഴിച്ച് കോൺഗ്രസിന്റെ പതാക താഴെ വെച്ച് BJP ആഫീസിൽ പോയി വണങ്ങിക്കിടക്കുന്ന ഒരു സുവേന്ദു അധികാരിയെ ലഭിക്കില്ല. നിങ്ങൾക്ക് NIA എന്നോ ED എന്നോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നോ കേൾക്കുമ്പോൾ കോൺഗ്രസിന്റെ പതാക താഴെ വെച്ച് RSSന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന അജിത് പവാറിനെയും സംഘത്തെയും CPIയും ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കില്ല. അത് മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം. ഏതെങ്കിലും ഒന്നിൽ ഞാൻ അവകാശപ്പെടുന്നതല്ലോ, CPM അവകാശപ്പെടുന്നതല്ലോ. ഇന്ത്യയാകെ സമീപത്ത് EDയും ഈ സംഘവും ആകെ നടത്തിയ കേസുകൾ, രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം എത്രയാണ്? 5400 മുകളിലോ മറ്റോ ആണ്. എത്ര എണ്ണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു? ആ കുറ്റപത്രം സമർപ്പിച്ച കേസുകളുടെ എണ്ണം 9% താഴെയാണ്. എത്ര കേസിൽ വിധിയുണ്ടായി? അതിന്റെ എണ്ണം 25-30 ഇടയ്ക്കാണ്. കൺവിക്ഷൻ റേറ്റ് പിടിച്ചുകൂട്ടപ്പെടുമെന്നുള്ളത് ഞാൻ പറഞ്ഞു. പിടിച്ചുകൂട്ടാൻ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ വാ, ഞങ്ങൾ ആര് തടയാൻ നിൽക്കുന്നു? ഇപ്പൊ